ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഇപ്പോൾ സമയം 3:30 എനിക്ക് തിരുവനന്തപുരത്തിന് നമ്മുടെ പവിത്രത്തിൻ്റെ ഷൂട്ടിന് പോകണം. എല്ലാ പ്രാവശ്യവും പോകുന്ന പോലെയല്ല, ഇപ്രാവശ്യം എൻ്റെ കൂടെ അമ്മ വരുന്നില്ല. അമ്മയ്ക്ക് വയ്യ. അപ്പോൾ സാധാരണ ട്രെയിനാണ് പോകുന്നത്, പക്ഷേ ബസ്സിനാണ് പോകുന്നത്. എല്ലാവരും ഉണ്ട് അവിടെ. എന്നാലും ഞാനിപ്പോൾ ഏത് ഷൂട്ടിന് പോയാലും എൻ്റെ കൂടെ ആക്ച്വലി അമ്മ വരാറുണ്ട്. ഇതിനാണെങ്കിലും വേറെ ഇതിനൊക്കെ പോകുന്ന സമയത്തൊക്കെ ആണല്ലോ. പക്ഷെ ഇപ്രാവശ്യം ഇല്ലാത്തതുകൊണ്ട് ഐ വിൽ മിസ് ഹെർ സോ മച്ച്. എന്തായാലും ഇനി പോകുന്ന വഴിക്ക് എടുക്കാം. ബൈ. അങ്ങനെ ഇതാ ഓട്ടോ വന്നു. അമ്മയുടെ യാത്രയൊക്കെ പറഞ്ഞ് കരഞ്ഞൊക്കെയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഏറ്റുമാനൂർ അമ്പലം, ഇതാണ് ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇപ്പോൾ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടെ ഇപ്പോൾ രാവിലെ ആയത് കാരണം ഇവിടെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ബാഗൊക്കെ ഒരു കോർണറിൽ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാനിതൊന്ന് ചുറ്റി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇവിടുന്ന് നമ്മൾ അകത്തോട്ട് ഒത്തിരി അങ്ങ് പോകണം, അങ്ങനെയാണ് അമ്പലത്തിൻ്റെ അങ്ങോട്ട് എത്തുള്ളൂ. ബസ് നല്ല ലേറ്റാണ് ഗൈസ്, ഏകദേശം ഒരു 1 ഹവറോളം ലേറ്റാണ് നമ്മൾ പറഞ്ഞ സമയത്തേക്കാൾ. ഇവിടെ ഒരു എത്രയാ 3:45 ആകുമ്പോൾ എത്തേണ്ടായിരുന്നു. ബസ് ഇതുവരെ വന്നിട്ടില്ല. വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എറണാകുളത്തു നിന്ന് വിട്ടതേ ഉള്ളൂ, ലേറ്റാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 1 മണിക്കൂർ ലേറ്റാവുമെന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും വന്ന് ഓട്ടോയിനും പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക. അധികം ആളൊന്നുമില്ല അമ്പലത്തിൽ, അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട്. ഞാനാണെങ്കിൽ ഉറങ്ങിയിട്ടുമില്ല. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ലേറ്റായിട്ട് വന്നിട്ട് തീരെ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ നല്ല ഉറക്കക്ഷീണവും വരുന്നുണ്ട്. എപ്പോഴാണ് ഇനി വണ്ടി വരുന്നതെന്ന് അറിയില്ല, സൗണ്ടൊക്കെയാണ് അറിയും. പക്ഷെ എന്നാലും ഭഗവാന്റെ അടുത്തിരിക്കുമ്പോൾ ഒരു സന്തോഷം, ഏറ്റുമാനൂരപ്പൻ്റെ അടുത്തിരിക്കുമ്പോൾ. എൻ്റെ പെട്ടി, ഹാൻഡ് ബാഗ് ഒക്കെ ഉണ്ട്, ഒരു ആംബുലൻസ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞാനിപ്പോൾ വണ്ടിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാരിങ്ങനെ ചോദിക്കും ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യാൻ പാടുണ്ടോ, പറ്റുമോ, പോകാമോ എന്നൊക്കെ ചോദിക്കും. അപ്പം പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നതും പോകുന്നതും ഒക്കെ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കുമല്ലേ. സോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒക്കെ നമ്മൾ ശീലിക്കണം. ഷൂട്ടിന് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് പോകുന്നെങ്കിൽ പോലും അതിന് മുമ്പൊക്കെ ഓരോ യാത്രകളും കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് പോയിട്ടുള്ളതുകൊണ്ടുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പോയാലേ നമുക്ക് ആ ഒരു ധൈര്യം നമ്മുടെ മനസ്സിലുണ്ടാവുള്ളൂ. അതുപോലെ നമുക്കെല്ലാം ഹാൻഡിൽ ചെയ്യാനും പറ്റുള്ളൂ. കൃത്യം 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും വണ്ടി വന്ന ദിവസം. പക്ഷെ അതുകൊണ്ട് തന്നെ 1 ഹവറിൻ്റെ ലേറ്റ് വന്നിട്ടുണ്ട്. പിന്നെന്താ, ഇപ്പോൾ വെഞ്ഞാറമൂട് എത്തിയതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്കൊരു 15 മിനിറ്റിൻ്റെ ലേറ്റ് വേറെ വന്നു. കാരണം വണ്ടി ഒന്ന് തട്ടിയായിരുന്നു. വണ്ടി തട്ടിയത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, നല്ല ഒച്ച ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പുറത്ത് ഏതോ ഒരു വണ്ടി കിട്ടാമെന്നൊക്കെ പറഞ്ഞു കേട്ടു. അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നു തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും പിന്നെ കുറച്ച് നേരം സൈഡാക്കിയൊക്കെ ഇട്ടു. അതിനുശേഷം പിന്നെ എടുത്തു. അപ്പോൾ അങ്ങനെ ഒരു ലേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ എത്തിയതുള്ളൂ. ഇപ്പോൾ എന്തോ നിർത്തിയിട്ടിരിക്കും, എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആരും ഇറങ്ങാനാണെന്ന് തോന്നുന്നു, അപ്പം നിർത്തിയിട്ടിരിക്കുക. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ ഇവിടെ നമ്മൾ ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ് പവിത്രത്തിൻ്റെ. ബാക്കി കാഴ്ചകൾ നമുക്ക് അകത്തേക്ക് പോയിട്ട് കാണാം. എല്ലാവരും എന്തൊക്കെ എടുക്കുന്നത് നോക്കണ്ടേ. രാവിലെ തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നിന്നുള്ള പാട്ടൊക്കെ കേൾക്കാം. ഇവിടെ നമ്മുടെ പൂജ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ അഭിചേട്ടനും നമ്മുടെ സെബാചേട്ടനും കൂടിയാണ് പൂജ ചെയ്യുന്നത്. ഇതായിരുന്നു നമ്മുടെ രാധക്കുട്ടിയുണ്ട്. രാധയൊക്കെയാണ് രാവിലത്തെ സീന്. അപ്പോൾ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഷൂട്ട് ഉടനെ തന്നെ തുടങ്ങും. ഇതാണ് നമ്മുടെ പവിത്രത്തിലെ നമ്മുടെ മാഷിൻ്റെ, സുധാകരൻ മാഷിൻ്റെ വീട്. നമ്മുടെ പുളിക്കൻ ചേട്ടനാണ്. രാവിലെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ അഭിചേട്ടൻ ഇങ്ങനെ എല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേട്ടനാണ് ഇവിടെ സർവത്ര കൺട്രോൾ ചെയ്യുന്ന ആൾ. പിന്നെ അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഡയറക്ടർ സാർ, നമ്മുടെ സുനിൽ സാറ് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള സെർച്ചിങ്ങിലും കാര്യമായിട്ടുള്ള പരിപാടികളിലൊക്കെയാണ്. അപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ ചിരിച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അസോസിയേറ്റ് ആയിട്ട്, ഇതാണ് നമ്മുടെ അർജുൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ്. അപ്പോൾ രാവിലെ നമ്മുടെ സോനു ചേട്ടൻ കോസ്റ്റ്യൂമറാണ്. താഴെ നമ്മുടെ അഭിചേട്ടനുണ്ട്. അകത്തോട്ട് വരുന്നത് നമ്മുടെ നന്ദിനിക്കുട്ടി, അനു വരുന്നുണ്ട്. റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രേഷ്മ ചേച്ചിയാണ് റെഡിയാക്കാൻ. തൊട്ടപ്പുറത്ത് നമ്മുടെ കിരൺ ചേട്ടനുണ്ട്, നമ്മുടെ വിനായകൻ ചേട്ടൻ സുന്ദരനായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്ദിനിയുടെ ഷൂട്ടായിട്ടുണ്ട്. നമ്മുടെ വിക്രം എവിടെയെന്ന് നോക്കിയപ്പോൾ എന്താ ആളിരുന്നതിൽ
കത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരെയൊക്കെ മീശ വിരിച്ച് പേടിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. എന്തൊക്കെയോ വല്ല കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വന്ന് നോക്കിയപ്പോൾ നമ്മുടെ വിശ്വേട്ടൻ, അതായത് നമ്മുടെ സന്തോഷേട്ടനും നമ്മുടെ അനുവും കൂടെ എന്തോ അന്താരാഷ്ട്ര ചർച്ചയിലാണ്. നമ്മുടെ മേക്കപ്പ് റൂമാണിത്. അപ്പം നമ്മുടെ രേഷ്മ ചേച്ചി, ഹെയർ സ്റ്റൈലിസ്റ്റ് ചേച്ചിയും കൂടെ ഇരിപ്പുണ്ട്. ഇവരെന്താണ് സംസാരിക്കുന്ന തരത്തിൽ ഭയങ്കരമായ സംസാരമാണ് ഗൈസ്. അവരുടെ സംസാരം കേട്ടിട്ട് മടുത്തിട്ടാണോന്നും അറിയത്തില്ല. നമ്മുടെ വിക്രം ഇപ്പുറത്ത് മുറിയിൽ വന്നിട്ട് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നുണ്ട്. അപ്പം തൊട്ടടുത്ത് നോക്കിയപ്പോൾ നമ്മുടെ കിരൺ ചേട്ടൻ ഇരുന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങി 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 ദേ പോകുന്നു ഉറങ്ങി ഇപ്പോൾ താഴെ പോവും. പുള്ളി വിളിച്ചിട്ടൊന്നും അറിയുന്നില്ല കേട്ടോ. നമ്മുടെ മാഷാണെങ്കിൽ ചിരിച്ച് കാണിക്കുന്നുണ്ട്. മാഷിനെ മാറിയല്ലോ. ഇവിടെ നമ്മുടെ അർജുനും നമ്മുടെ അബിയും കൂടെ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സാണ്. അവർ രണ്ടും കൂടെ അടുത്ത സീന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അജിത്താണ്. ഇത് നമ്മുടെ അനുകുട്ടിയുടെ അമ്മ. നമ്മുടെ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് വിക്രം വന്നിട്ടുണ്ട്. നമ്മളെ കാണുമ്പത്തിന് ജാടയുടെ സാറ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ജാടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നമ്മുടെ പാവം വിശ്വാസിന് നവരസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ ഷാനിക്ക ക്യാമറമാനാണ്. ഇവർ രണ്ട് ചേട്ടനും അനിയനും കൂടെ ആരെയൊക്കെയോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പുറത്ത് നല്ല തകൃതിയായിട്ട് ഷൂട്ട് നടക്കുമ്പോഴും ഇവർ തമ്മിൽ എന്തോ വലിയ കാര്യമായിട്ട് ചേട്ടനും അനിയനും കൂടെ എന്തോ വലിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വരത്തില്ലെന്ന് ചോദിച്ചപ്പോഴേ അറിയാം എന്തോ ഒരു കാര്യമുണ്ട് ഗൈസ്. നമ്മളാരും കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെവിയുടെ കീഴെ പോരുന്നിട്ടാണ് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത്. കണ്ടോ, ചിരിച്ചു കളിച്ചൊക്കെ കാര്യം പറഞ്ഞത് എന്തൊക്കെയോ ആരുടെയൊക്കെയോ കാര്യങ്ങളാണെന്ന് പറഞ്ഞ കാര്യം ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ. അയ്യോ അച്ഛൻ. അപ്പോൾ മാഷ വന്നു കഴിഞ്ഞാൽ പിന്നെ മാഷ ടെററാണ്. മാഷ നോക്കി പിടിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. പക്ഷെ പാവം കേട്ടോ. അപ്പോൾ എന്തായാലും അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ.